അപ്പോൾ നമ്മൾ മലപ്പുറത്തു നിന്നുള്ള യാത്രയൊക്കെ കഴിഞ്ഞ് വന്ന് ഇതാ ഇവിടെ ഒരു മീറ്റപ്പിന് വേണ്ടിയിട്ട് ചെറിയ മീറ്റപ്പ് കുഞ്ഞി മീറ്റപ്പ് നമ്മളെ മിസ്സിസ് മലബാർ ഹിബ ഉണ്ട്, അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലുള്ള കാലിക്കറ്റ് ഫുഡ് മാനിയ അവരും ഉണ്ട്, ഇങ്ങനെ വരുന്നുണ്ടെന്ന് അറിയിച്ചു. അപ്പോൾ ഏതാ ലൊക്കേഷനൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നല്ല ബെസ്റ്റ് എനിക്ക് ടൈമിന് എത്താൻ പറ്റുന്ന നമ്മുടെ ലൈറ്റ് ഹൗസ് മുമ്പേ ചൂസ് ചെയ്യുന്ന സ്ഥലമാണ്. അപ്പോൾ ലൈറ്റ് ഹൗസിൽ എത്തിയിട്ട് നമുക്ക് ഇവിടുന്ന് കാണാം. ലൈറ്റ് ഹൗസ് ഒരുവിധം എല്ലാവർക്കും അറിയാം, അറബിക് ട്രഡീഷണൽ ഫുഡാണ് ഇവിടെ, സിറിയൻ ഷെഫ്. ഓക്കെ, നമ്മൾ ലൈറ്റ് ഹൗസിൽ എത്തിയിട്ടുണ്ട്. ഇത് നമ്മുടെ മുമ്പത്തെ സ്ഥിരമായുള്ള സ്ഥലമാണ്. എന്നുവെച്ചാൽ നല്ല മജ്ലിസും അതുപോലത്തെ എല്ലാ സൗകര്യങ്ങളും ഉള്ള നല്ല ട്രഡീഷണലായിട്ട് അറബിക് റെസ്റ്റോറൻറ്റ് ചെയ്യുന്ന സിറിയൻ ഷെഫിനെ വെച്ചിട്ട് തന്നെ ചെയ്യുന്ന ഒരു സ്ഥലം. നമ്മളൊരു അടിപൊളി ജോയിൻറ്റ്. അപ്പോൾ പിന്നെ ഹിബൻ്റെ കൂടെ ഉള്ള ആളും എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവരിലേക്ക് പോവാം, പരിചയപ്പെടാം. വാ. അപ്പോൾ ഇതാ പിന്നെ എൻ്റെ കൂടെ ഹിബ ഉണ്ട്, അതുപോലെ തന്നെ കാലിക്കറ്റ് ഫുഡ് മാനിയ. നിങ്ങളെ പേര് അറിയില്ല കേട്ടോ. സുഷ്മിത. ഞാൻ ഇൻസ്റ്റാ നെയിം മാത്രമേ അറിയുള്ളൂ. ഒരു ഇൻസ്റ്റയിലും പിന്നെ അതുപോലെ തന്നെ യൂട്യൂബും ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? അതിപ്പോൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തുള്ളൂ അല്ലേ? ഓക്കെ. പിന്നെ ഹിബനെ ഒരുവിധം എല്ലാവർക്കും അറിയാം, മിസ്സിസ് മലബാർ. മാസ്ക് ഒന്ന് മാറ്റിക്കോ. ഓക്കെ. അതെ അതെ അതെ. പിന്നെ അപ്പോൾ കാലിക്കറ്റ് എത്തിയപ്പം പിന്നെ ഫസ്റ്റ് നിങ്ങളെ മീറ്റ് ചെയ്യുന്നത് കേട്ടോ. അതിന് ബാക്കിയുള്ള എനിവിടെ 1 വീക്ക് ഉണ്ടാവും. ഓൾമോസ്റ്റ് ഒരു 65 days ആയി. ഞങ്ങൾ ട്രിപ്പ് ഇറങ്ങിയിട്ട് വിത്ത് ഫാമിലി, ഫസ്റ്റ് ടൈം ഇൻ കേരള. ഉണ്ട് എല്ലാം ഷെഡ്യൂൾഡ് ആണ്, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. വണ്ടി ഓടിച്ച് അതാ. പിന്നെ ബാക്കിലുണ്ടല്ലോ സപ്പോർട്ട്. ഇല്ല, വണ്ടി ഓടിക്കുന്നല്ല, ബാക്കി എല്ലാ സപ്പോർട്ടും ഉണ്ട്. ഈ ക്യാമറ പിടിക്കുന്ന ഫുൾ സപ്പോർട്ട് ഉണ്ട് എല്ലാം. എഡിറ്റിംഗ് ഞാൻ തന്നെയാണ് കംപ്ലീറ്റ്ലി. പിന്നെ അപ്പോൾ നിങ്ങളെ ബ്രദേഴ്സ് ഉണ്ടല്ലേ? വാ വന്നോളൂ, വാ. വീഡിയോയിൽ വരാൻ മടിയല്ലേ? ഓക്കെ, എന്നാ നമുക്ക് പിന്നെ അകത്തേക്ക് പോകല്ലേ? പിന്നെ ബെറ്റർ എങ്ങനെ അപ്പോൾ സംഭവം പിന്നെ ഭക്ഷണമൊക്കെ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. നമ്മൾ കയറുമ്പം തന്നെ നിങ്ങൾ ഈ രണ്ടാളെ കണ്ടിട്ടുണ്ടാവില്ല, ക്യാമറയുടെ മുന്നിൽ വരുന്നില്ല എന്ന് പറഞ്ഞാൽ. ഫുഡ് കൊണ്ടുവയ്ക്കുമ്പോഴത്തേക്കും മുന്നിലെത്തി. നമുക്ക് ക്യാമറ ഒരു വിഷയമല്ല അല്ലേ? പിന്നെ ഹിബൻ്റെ ബ്രദറാണ് അല്ലേ? പേര് ഒരു ഹായ് ആയിക്കോ. ഹനീൻ. അല്ല, എനിക്ക് പേരറിയാം, ഒന്ന് പറഞ്ഞോട്ടെ വിചാരിച്ചിട്ടാണ്. ഭയങ്കര ഷൈ. പിന്നെ ഇത് കസിനാണ്, ഹിബൻ്റെ കസിനാണ്. അപ്പോൾ പിന്നെ മൂപ്പരും ഒരേ തീറ്റ. സാലഡ് വന്നപ്പോൾ സാലഡിന് ഒരു മൈൻഡില്ല. ഓക്കെ. പിന്നെ സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇത് അരീസ് എന്നുവെച്ചാൽ മട്ടണും അതുപോലെ തന്നെ ചീസും കൂടിയുള്ള കോമ്പിനേഷനാണ് കേട്ടോ ഇതിനകത്തുള്ള അരീസ്. ഇതെന്തായാലും ഞാനൊന്ന് ഇപ്പം തന്നെ ഒരു ബൈറ്റ് എടുക്കാണ്. ഞാൻ ടർക്കിഷ് ഫുഡ് അതുപോലെ തന്നെ ലെബനീസ് ഫുഡിൻ്റെ ഒക്കെ ഫാനാണ്. എന്നാ ഓ തരാം അപ്പം തരാം. ഓന്ന് പറഞ്ഞാൽ വെള്ളം. പിന്നെ അതുപോലെ തന്നെ അതെ അവന് കുറേ കോഡ് ഭാഷകളാണ്. പിന്നെ അതുപോലെ തന്നെ തൂം കണ്ടിട്ട് ഭയങ്കര പെർഫെക്റ്റ് കേട്ടോ. ഞാൻ ഇവരോട് വന്നോട് പറഞ്ഞു ഇവിടുത്തെ ഏറ്റവും ടോപ്പ് എനിക്ക് ഇഷ്ടപ്പെട്ട സാധനം ഹമോസും അതുപോലെ തന്നെ ഇവരുടെ പീറ്റ ബ്രെഡുമാണ്. അപ്പോൾ അത് വരുന്നേ ഉള്ളൂ. അപ്പോൾ അത് ക്ലാസ് ആയിട്ടാണ്. അതുപോലെ തന്നെ ഇതിവിടെ മനാക്കിഷ് കുറേ വേരിയൻ്റ് ഉണ്ട്. എന്നുവെച്ചാൽ മട്ടണിലുണ്ട്. അങ്ങനെ ഇത് ഇപ്പം വന്നിരിക്കുന്നത് സാത്തറും ചീസും തമ്മിലുള്ള പ്യൂർ വെജാണ്. അപ്പോൾ എല്ലാം നിങ്ങളൊന്ന് എടുത്ത് എന്താന്ന് നോക്കിയിട്ട് എടുത്ത് ഇത് കഴിച്ചിട്ടുണ്ട് അല്ലേ? അടിപൊളി സാധനം അല്ലേ? സൂപ്പർ സാധനം. ഇതാണ് മനാക്കിഷ് ചേട്ടാ ഇപ്പോൾ കണ്ട സാധനം. ഞാൻ ഒരു തവണ ആ സാധനം ഇതിൻ്റെ മട്ടൻ്റെ വേരിയൻ്റ് വരുന്നത് ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ചാനലിൽ ചെയ്തിട്ടുണ്ട്, ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഇതിൽ മിക്സഡ് ഹോട്ട് പിന്നെ മെസ്സ എന്ന് പറയും. ഹോട്ട് മെസ്സ എന്ന് പറയുന്നത് പല വേരിയൻ്റ് വരുന്ന സാധനങ്ങൾ മിക്സ് ആയിട്ടിട്ട സാധനങ്ങളാണ്. എന്നുവെച്ചാൽ ഉള്ളിൽ മീറ്റ് ഉണ്ടാവും, ചിക്കൻ ഉണ്ടാവും, സ്നാക്ക് പ്ലാറ്റർ പോലെ. അടിപൊളി. എന്തായാലും ഒന്ന് കഴിക്കട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ ഫേവറേറ്റ് ഐറ്റം എത്തിയിട്ടുണ്ട്. എന്നുവെച്ചാൽ ഹമൂസ് വിത്ത് മീറ്റ്, അതിൻ്റെ കൂടെ ഇതാ പീറ്റ ബ്രെഡ്. ഇത് മാത്രം കഴിച്ചാൽ തന്നെ മതി. ഇതാ കണ്ടില്ലേ? ഇതെടുത്ത് അതിൻ്റെ കൂടെ ഇതാ പ്ലാറ്റർ ഉണ്ട് കേട്ടോ, വലിയൊരു പ്ലാറ്റർ. പിന്നെ ഇതാ മുത്തബലുണ്ട്. ഞാൻ മുത്തബൽ ഇതൊന്നും ഇപ്പം നോക്കുന്നില്ല. ഹമൂസ് എടുത്തു. എല്ലാവരും എന്നെ തന്നെ ഫോക്കസ് ചെയ്യുന്നിട്ടാ. ഇതിങ്ങനെ എടുത്ത് ഞാനെന്താ ഇതിങ്ങനെ എടുത്തിട്ട് എൻ്റെ മുന്നിൽ ഇങ്ങനെ വെക്കലാ. അപ്പൊ ഇതൊന്ന് കഴിക്കട്ടെ. ഞാൻ കഴിച്ചിട്ട് ബാക്കി പാർട്ടിലേക്ക് വരാം. എന്താ എണീറ്റ് ഓടിയാ?
ആ മീറ്റും നമുക്ക് ഈ പീറ്റ ബ്രെഡിൻ്റെയും നമുക്ക് സാധാരണ ആ ഒരു ഇത് കിട്ടൂല. അതുകൊണ്ട് ഇത് കൂടുതൽ കൊണ്ടേക്കൂല അവർ. ഈ ഹൊമോസിന്റെ ടെക്സ്ചർ ഉണ്ടല്ലോ ഇതാ ആ ഒലീവ് ഓയിലും. എന്നുവെച്ചാൽ നമ്മുടെ നാട്ടിൽ എവിടെയും ഈ ഒരു ടെക്സ്ചറിലുള്ള ഹൊമോസ് എവിടെയും കിട്ടൂല. എല്ലാം എന്തെങ്കിലും അപ്പോൾ നമ്മളെ ഫുഡ് അടിയെല്ലാം കഴിഞ്ഞു, ലാവിഷായി കഴിഞ്ഞു. ഈ രണ്ട് സൈഡും കാണുന്ന മജ്ലിസാണ് കേട്ടോ. നല്ല എന്താ അറബിക് ഫുഡ് കഴിച്ചിട്ട് വയറിങ്ങനെ പരമാവധി കുറക്കണം. അപ്പോൾ ഹിബ എന്താണ് പ്ലാൻ? ആണോ? മൂപ്പര് ബ്രൗണിയൊക്കെ ഉണ്ടാക്കിയിട്ട് കൊണ്ടുവന്നിട്ട് അത് തിന്നുള്ള അല്ലേ? അപ്പോൾ നമുക്കുള്ള ആ സ്ഥലം ഒപ്പിക്കലല്ലേ, വെച്ചടിച്ചിട്ട് 2 റൗണ്ട് ഓടി വരാം. അപ്പോൾ ഓക്കെ, നമുക്കത് കഴിക്കാം. പിന്നെ നമുക്കുള്ള ഒരു ദിവസം ഒരുമിച്ചുള്ള കുക്കിങ്ങും പ്ലാൻ ചെയ്യാം എപ്പോഴെങ്കിലും. കോഴിക്കോട് തന്നെ ഉണ്ടല്ലോ. ഒരാഴ്ച ഉണ്ട് ഓൾമോസ്റ്റ്. അപ്പോൾ എന്നാ ബ്രൗണി വാ എടുത്താ. ഓക്കെ വാ. അപ്പോൾ ബ്രൗണി ഇത് എങ്ങനെ ഞാൻ എടുത്ത് ഒറ്റക്ക് കഴിക്കാം? ഇതേ സാധനം ഇതേട്ടാ. ഇതിന്റെ റെസിപ്പിയൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും അല്ലേ? ബ്രൗണി പ്ലെയിനായി കഴിക്കണം എന്നാണ്. ആണോ? ഉപരി കച്ചവടമൊന്നും ചെയ്യുന്നില്ല. നല്ല 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 ബ്രൗണി കേട്ടോ. വയറ് നല്ല നിറഞ്ഞിട്ടല്ല, പക്ഷെ ബ്രൗണിൻ്റെ കൂടെ എപ്പോഴും ഒരു ഐസ്ക്രീമും കൂടെ കിട്ടിയാലാണ് നല്ലത്. പക്ഷെ പ്ലെയിനായി കഴിച്ചിട്ടാണ് റിവ്യൂ പറയേണ്ടത്. അതിൻ്റെ വാല് ഫുള്ളുണ്ട്. നല്ല നല്ല ബ്രൗണി. ഇത് ഫുള്ള് ഞാൻ എടുത്തോളാം. ആണോ? അപ്പോൾ ഓക്കെ, നമുക്ക് ഇവിടുന്നൊരു ബബായി പറയാം അല്ലേ? വൈൻഡപ്പ് പറയാം. അപ്പോൾ വാ അതാ അങ്ങോട്ട് വാ. അപ്പോൾ എല്ലാവരോടും ഇവിടുന്ന് അടുത്ത പാർട്ടിലേക്ക് പോവാം. അപ്പോൾ ഇവരോട് ഇവിടുന്ന് ഞാൻ ബബായി പറയാണ്. പക്ഷേ ഇനിയും വീണ്ടും കാണും കാലിക്കറ്റ് ആയിട്ട് അല്ലേ? ഓക്കെ ഇൻഷാ അല്ലാ. അപ്പം നിങ്ങളെയും വീണ്ടും കാണും ഇനി അടുത്ത റിവ്യൂ ആയിട്ട്, അല്ലെ കുക്കിംഗ് ആയിട്ട്. ഓക്കെ. അപ്പോൾ രാത്രി 11 മണി കേട്ടോ. 11 മണിക്ക് നമ്മൾ കഴിക്കാൻ വന്നത് എവിടെയാണ് നോക്കണം. ഇത് ഐസ്ഡേലാണ്. ഐസ്ഡേയിലെ സ്പെഷ്യൽ ബർഗർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഓടിയെത്തി തന്നെയാണ്. അതുപോലെ തന്നെ ഇവരുടെ കുറച്ച് ഡെസേർട്സും ഉണ്ട്. ഇത് നമ്മുടെ കോഴിക്കോടുള്ള PT ഉഷ റോഡിലാണ്. അപ്പോൾ അതിൻ്റെ ലിങ്കും കാര്യങ്ങളും കോൺടാക്ട്സും എല്ലാം ഞാൻ വെക്കാം. അപ്പോൾ നമുക്ക് അകത്തേക്ക് കയറാം. എൻ്റെ കൂടെ 3-4 പേരുണ്ട് കേട്ടോ കഴിക്കാൻ. അപ്പോൾ അകത്തേക്ക് പോകാം. അകത്തേക്ക് പോകുന്നതിന് മുമ്പ് പിന്നെ നിങ്ങൾ എൻ്റെ ചാനലിൽ നിങ്ങൾ നോട്ടിഫിക്കേഷൻ കിട്ടാത്തവർ നിങ്ങൾ എന്തായാലും ആ നോട്ടിഫിക്കേഷൻ്റെ കാര്യങ്ങളും ഒന്നുകൂടെ ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കഴിക്കുന്ന സമയത്ത് അവിടുന്ന് പറയാം. അപ്പോൾ ഓക്കെ, നമുക്ക് മുകളിലിരിക്കാം. എൻ്റെ കൂടെയുള്ളവർ പിറകെ ഉണ്ട്. ബാക്കി പിന്നെ ഓർഡർ കഴിക്കുന്ന കാര്യങ്ങളും എല്ലാം അവിടെ ഇരുന്നിട്ട് എന്താണെന്നുള്ളത് നമുക്ക് പറയാം. നമ്മളെ മുന്നിൽ കുറേ ബർഗറും സാൻഡ്വിച്ചും ഡ്രിങ്കും എല്ലാത്തിനും ബാക്കിയും വരുന്നുണ്ട് കേട്ടോ. എൻ്റെ കൂടെ ഉള്ളവർ എൻ്റെ കൂടെ ഇരിക്കുന്നില്ല കഴിക്കാൻ. അതുകൊണ്ട് കുറേ ഐറ്റം ഉണ്ട്. ആടെല്ലാം ഇങ്ങനെ നിന്ന് നോക്കിക്കോ കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ കഴിക്കാൻ പോകുന്ന ബീഫിൻ്റെ സ്റ്റേക്ക് ബർഗറാണ് കേട്ടോ. ഇത് പാറ്റി ബർഗർ, അങ്ങനെ കുറേ സ്പെഷ്യൽ സാധനമുണ്ട്. കണ്ടിട്ട് കൊതി വരണ്ട. എന്തായാലും ഞാനിത് ഇതാ ബൈറ്റ് കടിക്കാൻ പോവാ. എക്ദം സോഫ്റ്റ് കേട്ടോ. ഇങ്ങനെ മെൽറ്റാവാന്ന് പറയുന്നില്ല, അതേ എഫക്റ്റാണ്. നല്ല സോഫ്റ്റ്. ഇതുതന്നെയാണ് എൻ്റെ അടുത്ത് എന്നെ ഇങ്ങോട്ട് അയച്ച ആൾ സജസ്റ്റ് ചെയ്തത്. ഈ ഐറ്റം തന്നെയാണ്. നിങ്ങൾ സ്റ്റേക്ക് ബർഗർ എന്തായാലും കഴിക്കണം എന്ന് പറഞ്ഞിട്ട്. അടിപൊളി. ആഹാ, ഇത് അടുത്ത ബർഗർ കേട്ടോ. ഇത് ബീഫ് പാറ്റിയിലിട. അതിങ്ങനെ നടുവിൽ കാണാൻ ഇങ്ങനെ ആലപ്പിനോലിൽ ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ തുള്ളി നിൽക്കുന്നു. ഞാൻ കഴിക്കട്ടെ. അപ്പോൾ ബീഫ് പിന്നെ സ്റ്റേക്ക് ബർഗർ, അതുപോലെ തന്നെ ബീഫിൻ്റെ പാറ്റി ബർഗർ, ഇതൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ വയറ് ഫില്ലായിട്ട് നല്ല ജ്യൂസിനെസ്സും നല്ല സോഫ്റ്റുമാണ് കേട്ടോ. ഞാൻ ഇത്ര ഒരു എന്താ പറയുക, ആ ഒരു സോഫ്റ്റ്നെസ് നമുക്ക് ആ ബൈറ്റിൽ ഇങ്ങനെ കടിക്കുമ്പോൾ അങ്ങനെ കിട്ടുമെന്ന് ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഔട്ട്സ്റ്റാൻഡിങ്. ആ സാധനം അടിപൊളി. നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും ടോപ്പ്. അടിപൊളിയായിരുന്നു. എന്തായാലും പിന്നെ നമുക്കിനി ഡെസേർട്സ് ഒന്ന് കഴിക്കാം അല്ലേ?
അപ്പോൾ ഡെസേർട്സിൻ്റെ കുറേ സ്പെഷ്യാലിറ്റി ഉണ്ട് ശരിക്കും ഇവരുടെ സിഗ്നേച്ചർ അല്ലേ നിങ്ങളുടെ കുറേ സിഗ്നേച്ചർ ആയിട്ടുണ്ട് ഇതുപോലത്തെ ഒരു സംഭവം ഞാൻ എറണാകുളത്ത് നിന്ന് പിന്നെ ഒരു ഇതുപോലത്തെ സ്ഥലത്ത് നിന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു അതെ അതും എന്നെ ശരിക്കും നെട്ടിച്ച സംഭവമാണ് അതേപോലെ ഇവിടെയും ഒന്ന് നെട്ടിക്കട്ടെ അല്ലേ നെട്ടിക്കട്ടെ ഓക്കെ അപ്പോൾ ഇത് നിങ്ങളെ പാൻ കേക്ക് അല്ലേ സ്ട്രോബെറിയിൽ വരുന്ന അപ്പോൾ നിങ്ങളും കൂടെ ഇടും ഇതാ പിന്നെ ഇതാ ഇത് ഉള്ള ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ വെക്കാം അപ്പോൾ ഞാനിതൊന്ന് കഴിക്കട്ടെ എന്തായാലും ഇതാ സ്ട്രോബെറിയും ചോക്ലേറ്റും അതുപോലെ തന്നെ മിനി പാൻ കേക്ക് അല്ലേ ഇത് നിങ്ങൾ വരണ്ടുണ്ട് ഇത് ഒന്നിടും കുഴപ്പമില്ല നമുക്ക് ബൈറ്റ് ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ രണ്ടാളും കഴിക്കുന്ന രീതി കണ്ടില്ലേ അതേ സ്റ്റൈലിൽ തന്നെ ഈ സാധനം കഴിക്കണം എടുത്തിട്ട് അടിപൊളി ചോക്ലേറ്റ് ലവേഴ്സിന് സൂപ്പർ അടിപൊളി ഇങ്ങനെ കഴിച്ചിട്ട് ഞാൻ ആളാരാ എന്താന്നുള്ളതൊന്നും പരിചയപ്പെടുത്തിയില്ല ഇപ്പൊ ഷംജിത്ത് ഇതിന്റെ ബാക്ക് എൻഡിലുള്ള ആളല്ലേ നിങ്ങളും പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സും ഉണ്ട് പാർട്ട്നേഴ്സ് ഉണ്ട് അപ്പോൾ ഓക്കെ ഇത് അടുത്തൊന്ന് കഴിക്കാം എന്തായാലും പിന്നെ ഇതിന്റെ പേര് കിൻഡർ ക്രേപ്പ് എന്നുവെച്ചാൽ കിഡ്സിന് വേണ്ടിയിട്ട് ചെയ്തതാണോ അല്ല അങ്ങനെ എന്തെങ്കിലും തീമുണ്ടോ ഓക്കെ ക്രേപ്പിൽ ചോക്ലേറ്റിന്റെ ഫുൾ ക്രേപ്പിൽ പൊതുവേ ചോക്ലേറ്റ് കയറി കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറയാനില്ല ഞാൻ കുറച്ചും കൂടി ഇതിൻ്റെ മുകളിൽ നിന്ന് കൂടെ കുറച്ചും കൂടെ എടുക്കുകയാണ് അപ്പോൾ എന്നെ കണ്ടിട്ട് നിങ്ങൾക്ക് പിന്നെ എന്താ പറയുക ഒന്നും പറയരുത് ഞാൻ മുമ്പ് ഇതേപോലെ തന്നെ പറഞ്ഞേ ആ ചോക്ലേറ്റിൻ്റെ ലൈറ്റ് ചൂടുണ്ടല്ലോ ആ ലൈറ്റ് ചൂടിൽ ഈ ക്രേപ്പ് കിട്ടുമ്പം അടിപൊളി അത് അതിൻ്റെ സ്റ്റൈലാണ് എറണാകുളത്തെ ഒരു വേറെ തന്നെ ഇതാണ് അങ്ങനെ കമ്പയർ ചെയ്യുന്നതല്ല അവരുടേതായിട്ടുള്ള ടേസ്റ്റും നിങ്ങളുടേതായിട്ടുള്ള ഫ്ലേവേഴ്സുമാണ് പക്ഷേ ചോക്ലേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് പോലെ ഇരിക്കും ഇതിൻ്റെ കൺസിസ്റ്റൻസി ആ ലംസ് കാര്യങ്ങളൊക്കെ വിട്ടിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് വരുന്ന ക്രീമി ടെക്സ്ചർ വരുന്നതാണ് നമുക്ക് ടേസ്റ്റ് കൂടുതൽ തരാം അടിപൊളി എന്തായാലും ഇങ്ങനെ ഇനി ഇതൊന്ന് കഴിക്കട്ടെ നമ്മളെല്ലാ ടീമും കൂടി ഇങ്ങനെ കാത്തു നിൽക്കുന്നുണ്ട് എന്തായാലും താങ്ക് യു വെരി മച്ച് ഇങ്ങനെ ഈ ഒരു എനിക്ക് കുറച്ചുകൂടെ ഹൈലൈറ്റ് ആയിട്ട് പറയാൻ തോന്നിയ ഒരു സാധനം എന്ന് പറയുന്നത് സ്റ്റേക്ക് ബർഗർ അതുപോലെ തന്നെ പാറ്റി ബർഗർ അബ്സല്യൂട്ട്ലി എന്താ പറയുക ഫാന്റാസ്റ്റിക് അടിപൊളി ഇത് പിന്നെ നമുക്ക് ചോക്ലേറ്റിൻ്റെ ഒരു ഫ്ലേവേഴ്സ് ആ ഒരു സംഭവത്തിലേക്കുള്ളതാണ് ഡെസേർട്ടാണ് അടിപൊളി എന്തായാലും താങ്ക് യു വെരി മച്ച് അപ്പോൾ പിന്നെ നമുക്കൊന്ന് വൈൻഡപ്പിലേക്ക് പോവാം അപ്പോൾ നിങ്ങൾ കണ്ടല്ലേ ഇതിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഞാൻ എന്തായാലും എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇടാം കോഴിക്കോട് പിന്നെ PT ഉഷ റോഡിലാണ് അപ്പം ഐസ് ഡേ നിങ്ങളാരും മറക്കണ്ട ഇതാ ഇവിടെ ഉണ്ട് ഐസ് ഡേ അപ്പോൾ ഇനിയുള്ള ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ വഴിയേ വരുന്നതാണ് നാളത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് നിങ്ങളെല്ലാവരും കാത്തിരിക്കുന്ന നമ്മളെ ബോബി ചെമ്മണ്ണൂരിൻ്റെ കൂടെയുള്ള എപ്പിസോഡാണ് നാളത്തെ മാത്രമല്ല നാളെയും അങ്ങനെയുള്ള 3 ദിവസത്തെ എപ്പിസോഡ് വരുന്നുണ്ട് അടിപൊളി സംഭവങ്ങളാണ് പിന്നെ കുക്കിങ്ങും കാര്യങ്ങളും ഷൂട്ടും മൂപ്പര കുക്കിങ്ങും എൻ്റെ കുക്കിങ്ങും അങ്ങോട്ടുള്ള രണ്ടുപേരുടെ ഒരുമിച്ചുള്ള കുക്കിംഗ് ഒക്കെ ഉണ്ട് അപ്പോൾ നിങ്ങളെന്തായാലും സ്റ്റേ ട്യൂൺഡ് എൻജോയ് വിത്ത് ദ കമ്മിങ് എപ്പിസോഡ്സ് അപ്പോൾ ഇതും നിങ്ങൾ മറക്കണ്ട ഇവിടെയും നിങ്ങൾ വന്ന് നോക്കാം അപ്പോൾ ഇന്നേക്ക് ഞാൻ ബൈ ടാറ്റ